പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡോക്ടർ യഹിയ പറക്കവട്ടിയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാം ഭാഗം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണുക. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നില്ല. ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. നമുക്ക് സമയം കളയാതെ നേരിട്ട് തന്നെ കടക്കാം ഡോക്ടർ യഹിയ പറക്കവട്ടിയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക്. ഒരാൾ പറയുന്നത് ഞാൻ ബസ്സിലാ വന്നത്, വേറൊരിടത്ത് പറയുന്നത് ഞാൻ ബോട്ടിലാ വന്നത്, ഒരാൾ പറഞ്ഞ ഞാൻ നടന്നാ വന്നതെന്ന് പറയുന്നു. ഇവരെല്ലാരും തിരുവനന്തപുരത്ത് എത്തുമല്ലേ? അപ്പൊ തിരുവനന്തപുരത്ത് എത്തുന്ന രീതി പലതായി പോയത് കൊണ്ട് ട്രെയിനിൽ വന്നവർ മാത്രമാണ് ശാസ്ത്രീയമായി വന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഈ കുട്ടിയെ തിരിച്ച് നമ്മൾ യൂട്രസിൽ കയറ്റി വിടേണ്ടി വരും. ഇത് അശാസ്ത്രീയമാണ്, ഈ കുട്ടിയെ വേണ്ട എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാൻ യോജിക്കുന്നില്ല. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്പം ക്രൂരമാണെന്ന് അറിയാം, ക്ഷമിക്കുക. അതിന് ഞാൻ ഉത്തരം നൽകുന്നത് ഈ പറഞ്ഞ ഇവരുടെ ശാസ്ത്രവാദികൾക്ക് ചിലപ്പോൾ അത് ദഹിച്ചെന്ന് വരത്തില്ല. അപ്പൊ അത് ജനങ്ങൾ തന്നെ അതിന് ഉത്തരം നൽകട്ടെ. ഡോക്ടർ സംസാരിച്ചുകൊണ്ട് വന്നതിന്റെ ഇടയ്ക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വന്നത്. അതായത് എൻ്റെ ചെറുപ്പത്തില് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിരുന്നു. ചിക്കൻ ബോക്സ് വന്ന സമയത്ത് പ്രതിരോധ മരുന്ന് നോക്കുമ്പോൾ അന്ന് ഹോമിയോയിലെ പ്രതിരോധ മരുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി അദ്ദേഹം പ്രതിരോധ മരുന്നുകൾ നമ്മുടെ എന്താ പറയുക ബോൾസിൽ മരുന്നുറ്റിച്ച് തന്നു. അത് കൊണ്ടുവന്ന് ബാക്കിയുള്ളവർക്ക് കൊടുത്ത ആർക്കും തന്നെ പിന്നെ ചിക്കൻ ബോക്സ് വന്നില്ല, അവർക്ക് പ്രതിരോധിച്ചു. എന്നാൽ അത് കഴിക്കാത്ത പലർക്കും, അവിടെയുള്ള മറ്റു പലർക്കും ചിക്കൻ ബോക്സ് വന്നു എന്ന് മാത്രമല്ല അത് പടർന്നു പിടിച്ചിട്ട് എൻ്റെ ആ ഏരിയയിൽ അതൊരു 10-12 ആള് ഒരേ സമയം ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഞങ്ങൾ ഈ പ്രതിരോധ മരുന്ന് കഴിച്ച കുറച്ചുപേര് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. സമാനമായ മറ്റൊരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായത് 2020 നമ്മുടെ കൊറോണ പടർന്നു പിടിച്ചപ്പോഴാണ്. ഞാൻ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് തിരുത്തി തരണം. ഈ വൈറൽ രോഗങ്ങൾക്ക് ചില ഒരു പ്രത്യേക ഇവിടുത്തെ ശാസ്ത്രീയ മെഡിസിൻ എന്ന് പറയുന്നവർക്ക് മരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈറൽ രോഗങ്ങൾക്ക് അതിന്റെ സാന്നിധ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷെ വരാതിരിക്കാൻ എന്തൊക്കെയോ വാക്സിനുകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത്ര പറയുന്നുണ്ടോ എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ ഈ കൊറോണ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ വൈറൽ കയറി കഴിഞ്ഞു, പിന്നെ വാക്സിൻ കൊണ്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ട്രീറ്റ്മെന്റിന് നേരത്തെ നമ്മൾ പറഞ്ഞ എമർജൻസി യൂസ് ഓഫ് മെഡിസിൻസ് കൊടുത്തിട്ട് അവർ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഫലപ്രദമായ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് ഹോമിയോ ഡോക്ടർമാരാണ്. പക്ഷെ ആ സമയത്ത് നമ്മളെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് മറ്റ് ചികിത്സാ വിധികളൊന്നും ചെയ്യാൻ പാടില്ല, അലോപ്പതി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അത് സത്യത്തിൽ ഭരണഘടനാ ലംഘനമാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മൗലികാവകാശ ലംഘനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് ചികിത്സ സ്വീകരിക്കണം എന്നുള്ളത് ഇവിടെ ഫലപ്രദമായ ചികിത്സ അതിൽ ഈ വൈറൽ രോഗങ്ങൾക്ക് ഹോമിയോയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ടുള്ളവർക്ക് ഈ കൊറോണയുടെ സമയത്ത് ഗുണം ചെയ്തിട്ടുണ്ട്, അവരുടെ രോഗം എളുപ്പം മാറിയിട്ടുണ്ട്, അതുപോലെ അതിന് വാക്സിനായി യൂസ് ചെയ്തവർക്ക് കൊറോണ പോസിറ്റീവ് ആയിട്ടുമില്ല. എന്നാൽ കോടതിയിൽ പോകേണ്ടി വന്നു ഫലപ്രദമായ ആ ചികിത്സ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറയാൻ വേണ്ടിയിട്ട്. ഒരു ഡോക്ടർക്ക് കോടതിയിൽ പോകേണ്ടി വന്നു. നമ്മുടെ കേരളത്തിൽ ഫലപ്രദമായ ചികിത്സ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫലപ്രദമായ ചികിത്സ ചെയ്യുന്നതല്ലേ നല്ലത്? അതോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവരിൽ മാത്രമേ ചെയ്യാവൂ, ബാക്കിയുള്ളവർ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് ശരിയാണോ? ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു വിശ്വാസ ചികിത്സയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെ അല്ലല്ലോ, നമ്മൾ അനുഭവത്തിൽ നിന്ന് അതല്ലേ മനസ്സിലാകുന്നത്. അല്ല, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വിശ്വാസ ചികിത്സ അപ്പൊ ഇങ്ങനെ പലപ്പോഴും പല കേന്ദ്രങ്ങളിൽ നിന്നും പല കോർണറിൽ നിന്നും പല ഡോക്ടർമാരിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഒരു പറച്ചിൽ വരാറുണ്ട്. കാരണം ഈ വിശ്വാസ ചികിത്സ അത് മതപരമായിട്ടാണ് ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് എന്ന ഒരു ധ്വനിയാണ് അതിനകത്ത് വരുന്നത്. കാരണം വിശ്വാസ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ രോഗികളുടെ രോഗം കുറയുന്നു, അത് അവര് സാക്ഷ്യം പറയുന്ന പോലെ വന്നു പറയുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാരണം വിശ്വാസ ചികിത്സ എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം ഇല്ലാത്തവരിലും ഈ പറയുന്ന ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ 5 വയസ്സിൽ താഴെ ഒരു കാലഘട്ടത്തില് ഹോമിയോപ്പതി കുട്ടികൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ അവസരമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് ഇപ്പോഴും ഹോമിയോപ്പതിക്കാരെ അന്വേഷിച്ച് വരുന്നതെല്ലാം ഈ അച്ഛനമ്മമാര് കുട്ടികളെ കൊണ്ടാണ് വളരെ കൂടുതലായിട്ട് അന്വേഷിച്ച് വരുന്നത്.
സർക്കാർ തലത്തിൽ തന്നെ ഏതാണ്ട് 1400ഓളം സർക്കാർ ഡിസ്പെൻസറികൾ ഇന്ന് കേരളത്തിലുണ്ട്. 35ഓളം കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രികളുണ്ട്. 3 ഫ്ലോട്ടിംഗ് ബോട്ടുകൾ തന്നെ ഓടുന്നുണ്ട്. 4ഓളം ഈ ആംബുലൻസുകൾ അതിനകത്ത് ഹോമിയോപ്പതി സർവീസ് നടത്തുന്നുണ്ട്. ഇങ്ങനെ വിവിധ മേഖലയിൽ 5ഓളം ഹോമിയോ മെഡിക്കൽ കോളേജുകളുണ്ട്. കുറിച്ചി കോട്ടയത്ത് ഒരു റിസർച്ച് സെൻട്രൽ ഗവൺമെന്റ് റിസർച്ച് സ്ഥാപനമുണ്ട്. ഇതെല്ലാം കേരളത്തിലുള്ളതാണ്. 1400 സ്ഥാപനങ്ങളിൽ വെറും 100 പേര് വെച്ച് വന്നാൽ പോലും 1,40,000 പേര് ഒരു ദിവസം ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കാൻ വേണ്ടി കേരളത്തിൽ വരുന്നുണ്ട്. സർക്കാർ സ്ഥാപനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് 20,000 ഹോമിയോ ഡോക്ടർമാർ പ്രൈവറ്റ് മേഖലയിൽ ഉള്ളപ്പോൾ ഈ സർക്കാർ സ്ഥാപനത്തിൽ മാത്രം 1,40,000 പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. കാരണം ഇവിടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്ന ഈ കുട്ടികൾക്ക് എന്ത് വിശ്വാസം 5 വയസ്സിൽ താഴെ ഇപ്പൊ 6 മാസമായാലും കുട്ടിക്ക് ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ അവന്റെ ശ്രദ്ധയിൽ കുറയുന്നു, അവന്റെ വയറ്റിളക്കം കുറയുന്നു, അല്ലെങ്കിൽ അവന്റെ ശ്വാസമുട്ട് കുറയുന്നതിന് കുട്ടിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണോ അത് പ്രവർത്തിച്ചത്? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ബോധം കെട്ട് കിടക്കുന്നു, പെട്ടെന്ന് അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു, പെട്ടെന്ന് ഒരാൾ ബോധം കെട്ട് വീഴുന്നു, ഉടനെ നമ്മുടെ മരുന്ന് കാംഫറ അല്ലെങ്കിൽ ഇഗ്നീഷ്യ അല്ലെങ്കിൽ കാർബോജ് ഇങ്ങനെയുള്ള മരുന്നുകൾ കൊണ്ടുവന്ന് മൂക്കിൽ മണപ്പിക്കുക. അയാൾക്ക് ഈ ബോധം കെട്ട് കിടക്കുന്ന ആളുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അയാൾ ചാടി എഴുന്നേക്കുന്നത്. നമ്മൾ എത്രയോ രോഗികളിൽ ഇത് പരീക്ഷിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതും പോകട്ടെ, ഇപ്പം വെറ്റിനറി ഹോമിയോപ്പതി സർക്കാർ തലത്തില് മണ്ണുത്തിയില് വെറ്റിനറി കോളേജില് BBSc കഴിഞ്ഞവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഹോമിയോപ്പതി കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്, 6 മാസത്തെ ഡിപ്ലോമ കോഴ്സാണ് സർക്കാർ നടത്തുന്നത്. വെറ്റിനറി സർജൻസിൽ ഏറ്റവും കൂടുതൽ മാസ്റ്റൈറ്റിസ്, അതായത് അകിട് വീക്കം, അതുപോലെ തന്നെ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, കുളമ്പ് രോഗം, ഈ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ 2 വൈറൽ രോഗങ്ങളാണ്. ഇത് ഹോമിയോപ്പതി കൊണ്ട് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് വെറ്റിനറി ഡോക്ടർമാര് ചികിത്സിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സർക്കാർ തന്നെ 6 മാസത്തെ കോഴ്സ് അവിടെ തുടങ്ങിയത്. മിൽമ അമുൽ എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള അമുല് ഏതാണ്ട് 10ഓളം ഹോമിയോ മരുന്നുകളാണ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. അവിടെ ഹോമിയോപ്പതി മെഡിസിൻ മാത്രമാണ് ഗുജറാത്തില് ഈ അമുൽ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഈ പശുക്കൾ ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോഴത്തേക്കും, മുറിവുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മരുന്ന് എന്തോരം ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇൻസെക്ട് ബൈറ്റുകൾ, എന്തെങ്കിലും പ്രാണികൾ കുത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തേള് അല്ലെങ്കിൽ അട്ട, ഇതുപോലുള്ള ബൈറ്റ്സുകൾ വരുമ്പോഴത്തേക്ക് പോയിസണിങ് ഇഫക്റ്റ് മാറാൻ വേണ്ടി എന്തോരം മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വിശ്വാസമാണോ പ്രവർത്തിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പൊ ഇവിടെ വിശ്വാസ ചികിത്സ എന്ന് പറയുന്നത് വളരെ അന്ധവിശ്വാസികളാണ്. ഹോമിയോപ്പതിയിലുള്ള അന്ധവിശ്വാസം കൊണ്ടാണ് ആ രീതിയിൽ അവരതിനെ പറഞ്ഞു പരത്തുന്നത്. മനസ്സിലായില്ലേ? കുട്ടികളിലും ആനിമൽ, ഇനി വെജിറ്റബിൾസ് ഇല്ല, വെറുതെ ഗൂഗിളിൽ നിങ്ങൾ നടിച്ചു നോക്കി, എത്രയോ രാജ്യങ്ങളിൽ ഇന്ന് സ്പെസിഫിക് ആയിട്ട് പല കൾട്ടിവേഷനിലും പല കൃഷികളിലും ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈവൻ കേരളത്തിൽ തന്നെ എന്തോരം ഹോമിയോ മെഡിസിൻസ് ആണ് ഈ അഗ്രികൾച്ചറിൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോഴും. അപ്പം പച്ചക്കറികൾക്ക് എന്താ വിശ്വാസം ഉണ്ടോ? അപ്പൊ വെജിറ്റബിൾസിലൊന്നും വിശ്വാസം ഉള്ളതുകൊണ്ടല്ല, ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതിന്റെ ഫംഗസ് മാറുന്നു, അതിന്റെ മഞ്ഞളിപ്പ് മാറുന്നു, അതിനോടുള്ള കേടുകൾ മാറുന്നു, അതിനുള്ള പ്രൊട്ടക്ഷൻ വന്നിട്ട് ഇൻസെക്ട്സുകൾ, പ്രാണികൾ വരാതിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വരുന്നത്. ഇന്ന് WHO കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിൽ ഹോമിയോപ്പതി ഇന്ന് പ്രചാരത്തിലുണ്ട്. WHO സൈറ്റിൽ മാത്രം വെറുതെ പോയി നോക്കിയാൽ മതി. അപ്പൊ ഈ വിശ്വാസ ചികിത്സ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വസ്തുക്കളെ ചികിത്സിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒരിക്കലും അത് വിശ്വാസ ചികിത്സയല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അത് സത്യത്തിൽ ഒരു വിഭാഗം മാത്രമാണ് ശരിയെന്ന് മറ്റുള്ളവരെ എന്താ പറയാ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മാത്രം പോയി മരുന്ന് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എന്താ പറയാ ഒരു ബ്രെയിൻ വാക്സിൻ ആയിട്ട് മാത്രമേ അത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊന്നും നിരീക്ഷണ പരീക്ഷണമൊന്നും നടക്കുന്നൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ശാസ്ത്രീയമായ തെളിവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ശാസ്ത്രീയ തെളിവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് തോന്നിയിട്ടുള്ളത്, ഞാനൊരു പേഴ്സണാലിറ്റി അനാലിസിസ് ട്രെയിനറാണ്, ഒരു പരിശീലനമായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തികൾ എല്ലാം ഡിഫറെന്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ പോലെയല്ല മറ്റൊരാൾ, അയാളെ പോലെയല്ല മറ്റൊരാൾ. അപ്പോൾ ഇയാളുടെ സ്വഭാവ വിശേഷങ്ങളും ആ പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് മറ്റൊരാളെ കണ്ടിട്ട് ഇതിലേതെങ്കിലും ഒന്ന് ശാസ്ത്രീയം മറ്റത് അശാസ്ത്രീയം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും ശാസ്ത്രീയമാണ്, പക്ഷെ രണ്ട് വിധത്തിലാണ്. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഫാമിലി കൗൺസിലിംഗ് ഒക്കെ സിംഗിൾ സിറ്റിംഗിൽ എനിക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത്. അത് തിരിച്ചറിയാൻ ശാസ്ത്രീയമായിട്ട് കഴിയാത്തത് കൊണ്ടാണ്
ഒരുപാട് സിറ്റിങ്ങുകൾ ഉണ്ടായിട്ടും ഡിവോഴ്സിലേക്ക് തള്ളിവിടേണ്ടി വന്നത്. അപ്പൊ അത് ശാസ്ത്രീയം, ഇത് അശാസ്ത്രീയം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ അലോപ്പതി ശാസ്ത്രത്തിന്റെ വക്താക്കൾ അവരാണ് ഇവിടെ പറയുന്നത് ഈ ഹോമിയോപ്പതി ശാസ്ത്രീയമല്ല, അതിന് പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നുമില്ല, തെളിവൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോ ഈ ഹോമിയോ അളക്കേണ്ടത് അലോപ്പതിയുടെ സ്കെയിൽ വെച്ചിട്ടാണോ? അത് വെച്ച് അളന്നിട്ട് ഇത് ശാസ്ത്രീയമല്ല എന്ന് പറയാൻ പറ്റൂ? ഹോമിയോപ്പതിന്റെ സ്കെയിൽ എന്താണ്? അതിൽ പരീക്ഷണ നിരീക്ഷണം നടക്കുന്നതായിട്ട് എങ്ങനെയാണ് ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നത്? ഇതൊക്കെ വെറും, കാരണം ഇത് ശാസ്ത്രീയമല്ല എന്ന് പറയുമ്പം ഈ ചില വ്യക്തികൾ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ഇത് ശാസ്ത്രീയമല്ലാതാകുമോ? കാരണം ഓരോ രാജ്യങ്ങളും അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അത് ചില ചട്ടക്കൂട്ടുകളുണ്ട്. ആ ചട്ടക്കൂട്ടുകൾ ഒതുങ്ങി നിന്നുകൊണ്ടല്ലേ അവിടെയെല്ലാം നമുക്ക് ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പ്രാക്ടീസും രോഗികളെ നോക്കുന്നതും അല്ലെങ്കിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. വെറുതെ ഒരാൾക്ക് വന്നിട്ട് മരുന്ന് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്ത്യൻ ഹോമിയോപ്പതി ഫാർമാക്കോപ്പി ഉണ്ട്. ബ്രിട്ടനിൽ ചെന്ന ബ്രിട്ടീഷ് ഹോമിയോപ്പതി ഫാർമാക്കോപ്പി ഉണ്ട്. ജർമ്മനിയിൽ ചെന്ന ജർമ്മൻ ഹോമിയോ ഫാർമാക്കോപ്പി ഉണ്ട്. അപ്പൊ ഇവിടെ ഓരോ രാജ്യങ്ങളും അതിൻ്റെതായ ഫാർമാക്കോപ്പിയെ വെച്ചിട്ടാണ് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ എവിടുന്നാണ് ഇത് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്, എന്തളവിലാണ്, എങ്ങനെയാണ് അത് ബോട്ടിൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും കൃത്യതയോടുകൂടി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ മരുന്ന് ശാസ്ത്രീയമല്ല എന്ന് പറയുന്ന വെറുതെ ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഹോമിയോപ്പതിയില് ഈ പറഞ്ഞ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസ്, ഇവര് പറയുന്ന വാക്കാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസ് നടക്കുന്നില്ലെന്നാ പറയുന്നത്. ഇല്ലെങ്കിൽ അത് നടത്തി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ്. എങ്ങനെയാണ് ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി ഹോമിയോപ്പതിക്കാർക്ക് ബാധകമാകുന്നത്? കാരണം മനസ്സിനെ നമുക്ക് റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസിന് വിധേയമാക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഇമോഷൻസിനെ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസിന് വിധേയമാക്കാൻ പറ്റുമോ? മനുഷ്യൻ, ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാ ലാബുകളിൽ പോയിട്ട് ഒരാളെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, ബ്ലഡ് കംപ്ലീറ്റ് പരിശോധിക്കുന്നു, ഒരു കുഴപ്പമില്ല. അൾട്രാസൗണ്ട് എടുക്കുന്ന കുഴപ്പമില്ല, CT സ്കാൻ എടുക്കുന്ന കുഴപ്പമില്ല, MRI എടുക്കുന്ന കുഴപ്പമില്ല. ഇനി വേറെ എന്തെല്ലാം പരിശോധന നിങ്ങൾ നടത്താവോ, അത് മുഴുവൻ നടത്തിയിട്ട് ഒരാൾക്ക് ഒരു പ്രശ്നവും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഞാനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ, ഒന്നും രണ്ടാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ, ഒരച്ഛന് മക്കളെ കണ്ടിട്ട് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പരിശോധനകൾ മുഴുവൻ നോർമൽ ആണ്, അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സ് കണ്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് അയാൾ ആരോഗ്യവാനാവുന്നുണ്ടോ? അപ്പൊ ഇവിടെയാണ് ഇവരുടെ അശാസ്ത്രീയത നമ്മൾ തുറന്നു കാണിക്കേണ്ടത്. അപ്പം ശാസ്ത്രം എന്ന് പറയുന്നത്, ഇവരുടെ കണ്ണിലെ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ലാബിൽ കൊണ്ടുപോയി ഇതെല്ലാം കണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രീയമാകൂ. നിങ്ങൾ ശ്വസിക്കുന്ന വായു നിങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾ ശ്വസിക്കുന്നത്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കുട്ടി സ്വിച്ച് ഇടുന്നു, അതിനകത്ത് ലൈറ്റ് കത്തുന്നു, അല്ലെങ്കിൽ ഫാൻ വരുന്നു, അവൻ അതിനകത്തുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും കണ്ടിട്ടാണോ ഇവൻ സ്വിച്ച് ഇടാൻ പോകുന്നത്? അപ്പൊ നമ്മളത് അനുഭവിക്കുന്നു. നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അത് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പൊ ഈ രീതിയിൽ പാലും ഈ പഞ്ചസാരയും ഒരേ അളവിൽ നമുക്ക് കാണാൻ പറ്റുമോ? പഞ്ചസാര ലിറ്ററിൽ അളക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇപ്പൊ ഞാൻ എറണാകുളത്തിരിക്കുന്ന ഒരാള് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറയുമ്പം ഈ ശാസ്ത്രീയവാദികൾ പറയുന്നു, നിങ്ങൾ ട്രെയിനിൽ മാത്രം പോയി അവിടെ ഇറങ്ങിയെങ്കിലേ തിരുവനന്തപുരത്ത് എത്തി എന്ന് പറയുള്ളൂ. ഒരാൾ പറയുന്നു, ഞാൻ പറയുന്നത് ഞാൻ ബസ്സിലാ വന്നേ, വേറൊരിടത്ത് പറയുന്നത് ഞാൻ ബോട്ടിലാ വന്നത്, ഒരാൾ പറഞ്ഞാൽ നടന്നാ വന്നതെന്ന് പറയുന്നു. ഇവരെല്ലാരും തിരുവനന്തപുരത്ത് എത്തുമല്ലേ? അപ്പൊ തിരുവനന്തപുരത്ത് എത്തുന്ന രീതി പലതായി പോയത് കൊണ്ട് ട്രെയിനിൽ വന്നവർ മാത്രമാണ് ശാസ്ത്രീയമായി വന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. ബാക്കിയുള്ളവരായിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു രീതിയാണ് ഇത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിലും മറ്റ് പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റ് മാഗസിനുകളിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് ഇത് ഞങ്ങൾ മാത്രമേ തിരുവനന്തപുരത്ത് എത്തി എന്ന് പറഞ്ഞു വെക്കുക. അപ്പം നമ്മുടെ സാധാരണ ജനങ്ങള് പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഓരോ ദിവസവും ഇന്ന് ലോകത്ത് ഒന്നാം സ്ഥാനം ഈ അലോപ്പതി മെഡിസിൻ നിൽക്കുമ്പോഴത്തേക്ക് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഹോമിയോപ്പതിയാ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ആയുർവേദം ഇന്ത്യയിലും അല്ലെങ്കിൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ നേപ്പാളിലോ ശ്രീലങ്കയിലോ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തും ആയുർവേദം ഇല്ല. പക്ഷേ ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിൽ ഹോമിയോപ്പതി കിടക്കുക. അപ്പൊ ഹോമിയോപ്പതി തൊട്ട് പറയുക വെറും 225 വർഷമായുള്ള ഹോമിയോപ്പതി വന്നിട്ട് ഏറ്റവും ഇളയ സന്തതിയാണ്. ആ ഇളയ സന്തതി ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതും അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഇവരെ അലോസരപ്പെടുത്തുന്നത്. അല്ല, ഇവിടെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്തൊരു ഹെവി മെറ്റൽസ് കണ്ടന്റ്, അതല്ലെങ്കിൽ ആ നിലയിൽ ശരീരത്തിന് ദോഷകരമായ സംഗതികൾ ഉണ്ട് എന്നാണ് അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്,
നമ്മുടെ വാക്സിൻ തന്നെ എടുക്കാം, കോവിഡ് വാക്സിൻ തന്നെ എടുക്കാം. ഞാനൊരു വാക്സിൻ വിരോധിയൊന്നുമല്ല. കൃത്യമായ പരീക്ഷണ നിരീക്ഷണം നടത്തി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, അത് ശരീരത്തിന് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് വൈറൽ രോഗങ്ങൾക്ക് അവരുടെ, അതായത് അലോപ്പതിയുടെ ആ മാർഗത്തിൽ ചികിത്സകൾ ഇല്ലാത്തത് കൊണ്ട് പ്രിവന്റീവ് മെഡിസിൻ എന്ന രീതിയിൽ കൊടുക്കാം. ഫലപ്രദമാകുമെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ, അത്തരത്തിലൊരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ ഒരു വകുപ്പ് പുറത്തുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ അനുവദിക്കുകയും വേണം. ഞാൻ പറയുന്നത്, ഈ വാക്സിൻ കൊടുത്ത സമയത്ത് തന്നെ ഫാക്ട് ഷീറ്റിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾ അന്ന് ഞാനടക്കം വീഡിയോ ചെയ്തിരുന്നു. സാമുവൽ ജോർജ് അടക്കമുള്ള ആൾക്കാർ വളരെ വ്യക്തമായത്, സാമുവൽ ജോർജ് കുറച്ചധികം പറഞ്ഞിരുന്നു, വിളിച്ചു പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇന്ന് കണ്ടുവരുന്നത്, അതിനുശേഷം ഇങ്ങോട്ട് ആഫ്റ്റർ എഫക്ട് കണ്ടുവരുന്നത് ആ ഫാക്ട് ഷീറ്റ്. അപ്പോൾ അതിലൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകൾ, ഈ പറയുന്ന ശാസ്ത്രീയ മെഡിസിനുകൾ ഇല്ലാത്ത എന്ത് ഗുരുതരാവസ്ഥയാണ് ഈ ഹോമിയോ മെഡിസിനുകളിൽ ഉള്ളത്, അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് കണ്ടന്റുകൾ എങ്ങനെയാണ് അതിനകത്തുള്ളത്? എല്ലാ ശാസ്ത്ര ശാഖകളും അവർ പറയുന്നത് ലെഡ്, മെർക്കുറി പോലുള്ളത് ഇതിനകത്ത് കൂടുതലാണെന്നാണ് പറയുന്നത്. അല്ലല്ല, എല്ലാ ശാസ്ത്ര ശാഖകളും ഈ ഹെവി മെറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. മെർക്കുറിയും ലെഡും, അതല്ലെങ്കിൽ നിക്കലും, അതല്ലെങ്കിൽ ആഴ്സനിക്കും. ഇപ്പൊ അലോപ്പതിയില് ആഴ്സനിക്കം ക്യാൻസറിന് കൊടുക്കുന്ന, ലുക്കീമിയയ്ക്ക് കൊടുക്കുന്ന മരുന്നാണ് ഈ ആഴ്സനിക് അയഡൈഡ് എന്ന് പറയുന്ന സാധനം. അപ്പം അവരാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എന്നിട്ട് ഹോമിയോപ്പതിക്കാരുടെ തലയിലാണ് വന്ന് കറിയിക്കുന്നത്. ഞങ്ങളുടെ പേരുകള് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഏത് സോഴ്സ് ആണോ അതേ പേര് തന്നെയാണ് നമ്മൾ പലപ്പോഴും ലേബൽ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ആഴ്സനിക്കം എന്ന് പറയുന്ന ഒരു മരുന്ന് ഹോമിയോപ്പതിയിലില്ല. ആഴ്സനിക്കം 30 അല്ലെങ്കിൽ ആഴ്സനിക്കം 200, ആഴ്സനിക്കം ആൽബം 1, ഇങ്ങനെ ആ ഒരു വാല്യം കൂടി ഉണ്ട്. അത് ചേർക്കുമ്പോൾ മാത്രമേ അത് ഹോമിയോപ്പതി മരുന്നാകുന്നുള്ളൂ. ഒരു ക്രൂഡ് ഫോമിൽ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നേ ഇല്ല. ഒരു സിസ്റ്റവും ക്രൂഡ് ഫോമിൽ ഈ പറയുന്ന രീതിയിൽ ഹെവി മെറ്റൽസ് കൊടുക്കാൻ പ്രേരിപ്പിക്കില്ല. കാരണം അങ്ങനെ ആരെങ്കിലും ക്രൂഡ് ഫോമിൽ ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നെങ്കിൽ അവർ ഹോമിയോപ്പതിക്ക് പുറത്തു പോകേണ്ടവരാണ്. അങ്ങനെ പുറത്തു പോയവരാണ് ഇതിനെ ഈ പറയുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്നതും. അപ്പോൾ 30 അല്ലെങ്കിൽ 200 ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒരു കണിക പോലും ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് കണ്ടുപിടിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ശാസ്ത്രത്തിന് അത് തെളിയിക്കാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ടാണ് ഇത് ഹോമിയോപ്പതിക്കകത്ത് മോളിക്യൂൾസ് ഇല്ല, അതിനകത്ത് ആറ്റംസ് ഇല്ല എന്ന് പറഞ്ഞ് ഇവർ വിമർശിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഇതിനകത്ത് കണികകൾ ഇല്ല എന്ന് പറയും, മറുവശത്ത് ഇത് പോയിസൺ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറയുകയും ഹെവി മെറ്റൽസ് ഉപയോഗിക്കുന്നത് പറയും. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ഒരിക്കലും നമ്മൾക്ക് ഏതൊരു മരുന്നാണെങ്കിലും അതിനൊരു ടിഞ്ചർ ഉണ്ട്, അതിന്റെ ഒരു ബേസിക് ഫോം ഉണ്ട്. ആ ബേസിക് ഫോം എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് അതിനെ ഹൈ ഡൈലൂഷൻസിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. ഡൈലൂട്ട് ചെയ്ത് പൊട്ടൻറ്റൈസേഷൻ അല്ലെങ്കിൽ സെക്രഷൻ എന്നൊക്കെ പറയുന്ന, ട്രിച്ചുറേഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മരുന്ന് ഉത്പാദിപ്പിക്കുന്നത്. ഇവർ ഈ ക്രൂഡ് ഫോം എടുത്തു വെച്ചിട്ടാണ് പറയുന്നത് ഇത് ഹോമിയോപ്പതി മരുന്നാണെന്നും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവരെല്ലാം ഫിസിയോളജിക്കൽ ഡോസ് ഉപയോഗിക്കുന്നവരാണെന്നും പറയുന്നു. ഒരിക്കലും അല്ല. പാലിയേഷനോ സപ്രഷനോ നമ്മൾ ഉപയോഗിക്കും. ക്യൂറിന് വേണ്ടി ഒരിക്കലും ഈ പറയുന്ന ക്രൂഡ് ഫോമിലുള്ള ഒരു മെറ്റൽസും ഹോമിയോപ്പതിക്കാർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നസത്യം. ഞാൻ യോജിക്കുന്നില്ല. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്പം ക്രൂരമാണെന്ന് അറിയാം, ക്ഷമിക്കുക. അതിന് ഞാൻ ഉത്തരം നൽകുന്നത് ഈ പറഞ്ഞ ഇവരുടെ ശാസ്ത്രവാദികൾക്ക് ചിലപ്പോൾ അത് ദഹിച്ചെന്ന് വരത്തില്ല. അപ്പൊ അത് ജനങ്ങൾ തന്നെ അതിന് ഉത്തരം നൽകട്ടെ. ഒരു സിസേറിയൻ വേണ്ടി വന്നോ, ഒരു കോംപ്ലിക്കേറ്റഡ് ലേബർ വേണ്ടി വന്നോ, ഹോമിയോപ്പതിക്കാർ കത്തിയും കൊള്ളുകൊണ്ട് നിൽക്കാറില്ല. അവര് ഉടനെ തന്നെ ഗൈനക്കോളജി, നല്ല ആശുപത്രിയിൽ പോയി നല്ല ഗൈനക്കോളജി കണ്ട് സിസേറിയൻ ഒഴിവാക്കാൻ പറ്റും. ഈ പറയുന്ന യൂട്രസ് ഡയലേറ്റ് ചെയ്യാനുള്ള മരുന്ന് നമുക്ക് കൊടുത്തിട്ട് സിസേറിയൻ ഒഴിവാക്കാൻ പറ്റും, പിത്താശയക്കാരെ ഒഴിവാക്കാൻ പറ്റും. അവൈലബിൾ ആണ്, പല മാഗസിൻസിലും പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അവർ ഉപയോഗിച്ചിരുന്ന ഈ കുത്തിവയ്പ്പിനകത്ത് ഒരുപാട് രാസപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നെന്നും. Different angles. Don't forget to subscribe and support this channel.